എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് തരിയുണ്ട അല്ലെങ്കിൽ അരിയുണ്ടയാണ്. അപ്പൊ ഈ ഒരു അരിയുണ്ട നമ്മൾ പണ്ട് വീടുകളിലൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വറുത്ത് പൊടിച്ചെടുത്ത അരിയുടെയും അതുപോലെ തേങ്ങയുടെയും ശർക്കരയുടെയും ഏലക്ക പൊടിച്ചതിന്റെ ഒക്കെ ഒരു കോമ്പിനേഷനിലുള്ള നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. ഇതിനൊരു പഴമയുടെ രുചിയാന്ന് വേണമെങ്കിൽ പറയാമേ. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ. അപ്പൊ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് അളവില് ബോയിൽഡ് റൈസ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ ഇതിന് പച്ചരി നമ്മൾ ഉപയോഗിക്കാറില്ല. ഏത് തരത്തിലുള്ള മട്ടേരി വേണമെങ്കിലും ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ സാധാരണയായിട്ട് ചോറ് ഉണ്ടാക്കുന്ന അതേ റൈസ് തന്നെയാണ്. അപ്പൊ ഞാനിവിടെ അരി നല്ല രീതിക്ക് കഴുകിയതിനു ശേഷം വെള്ളം വാർത്ത് വെച്ചേക്കുന്നതാണ്. ഒട്ടും വെള്ളത്തിന്റെ അംശം പാടില്ല. ഇനി ഞാൻ ഇത് ഒരു പാനിലിട്ട് നല്ല രീതിക്കൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണേ. അരി നല്ല രീതിക്കൊന്ന് വറുത്ത് കിട്ടാൻ ഏകദേശം 10 മിനിറ്റ് എങ്കിലും എടുക്കും. അരി ഇങ്ങനെ വറക്കാൻ തുടങ്ങി കുറച്ച് സമയത്തിന് ശേഷം അരി ഒന്ന് പൊട്ടാനായിട്ട് തുടങ്ങുവേ. അപ്പൊ നമ്മൾ കൈ എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ അരി പൊട്ടുന്നതിന്റെ സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പൊ ഞാനത് കേൾപ്പിച്ച് തരാവേ. ഇപ്പൊ എല്ലാ അരിമണികളും പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓരോ അരിമണികളും പൊട്ടുന്ന കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. അപ്പൊ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം എല്ലാ അരിമണികളും ഒരേപോലെ തന്നെ നമുക്ക് വറുത്ത് കിട്ടണം. അപ്പൊ തുടർച്ചയായിട്ട് ഇളക്കി ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് ഒന്ന് വറുത്ത് കിട്ടാനായിട്ട്. അപ്പൊ ഈ ഒരു രീതിക്ക് നമുക്ക് വറുത്ത് കിട്ടിയാൽ മതി. ഒരുപാടങ്ങ് വറുത്ത് കരിഞ്ഞു പോകരുതേ. അപ്പൊ നമുക്കിത് പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതേ പാനിൽ തന്നെ ഇരുന്നാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇത് കുറച്ച് സമയം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതിന്റെ ചൂടൊക്കെ നാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ച് നല്ല രീതിക്ക് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതും ചൂടാറാനായിട്ട് വെക്കണം. ചൂടാറിയതിനു ശേഷം നമുക്കിതൊന്ന് അരിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഈ സമയം കൊണ്ട് ഞാനിവിടെ അരി ചെറിയ തരികളോട് കൂടി ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ചെറിയ തരി മാത്രം മതി കേട്ടോ. ഒരുപാടങ്ങ് തരിയായി പോയാലും കഴിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഫൈൻ പൗഡറും ആവാൻ പാടില്ല. ചെറിയ ചെറിയ തരികൾ വേണം. അപ്പൊ ഞാനിവിടെ വറുത്ത അരി 2 ബാച്ചായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. ഞാനിവിടെ പൊടിച്ചെടുത്ത ഈ അരിപ്പൊടി ഒരു ബൗളിലേക്ക് ആക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ആവശ്യമുള്ള തേങ്ങ ഞാനിവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്ര അരിയാണ് എടുത്തേക്കുന്നത് അത്രയും തന്നെ തേങ്ങ ചിരകിയതാണ് കേട്ടോ ഇതിനാവശ്യമായിട്ടുള്ളത്. അപ്പൊ അരമുറി തേങ്ങ അല്ലെങ്കിൽ കപ്പളവിൽ പറയുകയാണെങ്കിൽ 1 കപ്പ് അളവിലുള്ള തേങ്ങയാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് നേരത്തെ പാനിയാക്കി വെച്ച ആ ശർക്കര ഒന്ന് അരിച്ചൊഴിക്കണം. അതിനുശേഷം ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പൊ ഒരുപാടൊന്ന് കുറുകി പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിൽ ഒട്ടുന്ന ആ ഒരു പരുവം വരുമ്പം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരകിയതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് സ്റ്റിക്ക് ആവാനും പാടില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന ആ ഒരു പരുവം മാത്രം മതി. അല്ലെങ്കിൽ നമ്മുടെ ഈ അരിയുണ്ട ഒരുപാട് അങ്ങ് ഹാർഡായി പോവും. ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് ആവശ്യമുള്ള കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് യോജിച്ച് കിട്ടണം. അതോടൊപ്പം തേങ്ങയിലുള്ള ആ ഒരു വെള്ളത്തിന്റെ അംശം എല്ലാം ഒന്ന് വലിഞ്ഞു കിട്ടണം. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർക്കണമെന്നില്ല കേട്ടോ, ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച അരിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാം ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ അരിപ്പൊടിയുടെ അളവ് കൂടിപ്പോവും. അപ്പൊ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ അരിപ്പൊടി ചേർക്കുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇവിടെ ഞാൻ 1 കപ്പ് അളവില് അരി വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതെല്ലാം ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പൊ നോക്കിയതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ അരിയുണ്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ആക്കിയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. എന്നാൽ ചെറിയൊരു ചൂടുണ്ട്. ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ഉണ്ടയൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പൊ ചൂടാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്ന് ഹാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചൂടോട് തന്നെ നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം കുറച്ച് അരിപ്പൊടി ബാക്കി ഉണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ എല്ലാ അരിയുണ്ടയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ചെറിയ സൈസിലുള്ള അരിയുണ്ടയാണ് കേട്ടോ തയ്യാറാക്കിയേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിലും വലുപ്പത്തിലുള്ള അരിയുണ്ട വേണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കിക്കോളൂ. അപ്പൊ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ട കിട്ടും. ഇത് ഒരുപാട് ഹാർഡായി പോവില്ല കേട്ടോ. ഇരിക്കുന്തോറും ചെറുതായിട്ടൊരു ഹാർഡ്നെസ് വരും, എന്നാലും ഒരുപാട് ഹാർഡ് ആവില്ല.
അപ്പൊ നമ്മൾ തയ്യാറാക്കിയ ഒരു ശർക്കരപ്പാനിയുടെ കൺസിസ്റ്റൻസി ആണ് വളരെ ഇമ്പോർട്ടന്റ്. ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന പരിവാകുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് തേങ്ങയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ ഒരുപാട് സമയം ഇരിക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ കാലിയാവുവേ. കഴിക്കാൻ തുടങ്ങി അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കും, അത്രയ്ക്കും ടെംപ്റ്റിംഗ് ആണ്. ഇപ്പൊ ഇത് ഈ അരിയുണ്ടയുടെ കൺസിസ്റ്റൻസി കണ്ടില്ലേ? അപ്പൊ എല്ലാവരും വേഗം പോയി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.